പരിശ്രമത്തിലാണ് അനുഷ്കയെന്ന അഭ്യാസി. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. എത്തുന്ന വാർത്ത. വി.ഡി. സതീശനെതിരായ കോഴ ആരോപണം പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. വിജിലൻസ് റിപ്പോർട്ട് ഏപ്രിൽ 1 നൽകണമെന്നും കോടതി. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്താണ്? ഫിജി നേരത്തെ നിയമസഭയിൽ PV അൻവർ MLA കൊണ്ടുവന്ന ഒരു ആരോപണമാണ് വി.ഡി. സതീശനെതിരായിട്ടുള്ള ആരോപണം. ഈ 150 കോടിയുടെ ആരോപണം. അതായത് കർണാടകയിലെ IT ബിസിനസ്സുകാരിൽ നിന്ന് 150 കോടി കോഴപ്പണം കൈപ്പറ്റി ഇവിടെ സംസ്ഥാനത്ത് CPM സർക്കാരിനെതിരെ അല്ലെങ്കിൽ LDF സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു ആരോപണം. ഈ ആരോപണത്തിന്റെ ചുവട് പിടിച്ചാണ് കേരള കോൺഗ്രസ് M നേതാവ് കൂടിയായിട്ടുള്ള പൊതുപ്രവർത്തകൻ AH ആഫീസ് വിജിലൻസ് കോടതിയിൽ, തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു പരാതി കൈമാറിയത്. ഈ പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കണം എന്നതാണ് ഇപ്പോൾ വിജിലൻസ് കോടതി വിജിലൻസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഏപ്രിൽ 1 മുൻപായി ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഈ ആരോപണം മാത്രം ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഈ ആരോപണത്തിൽ കൃത്യമായ തെളിവുകൾ വേണം എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ലഭിച്ച പരാതിയിൽ ഇതുവരെയും എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടാണ് വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം ഈ പരാതി സംബന്ധിച്ച ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ വിജിലൻസിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ റിപ്പോർട്ടാണ് ഏപ്രിൽ 1 സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണവുമായി അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കണമെന്ന് വി.ഡി. സതീശനും കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫിജി. ശരി കമലേഷ്. തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനുള്ള തീവ്ര ശ്രമത്തിൽ